ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിലെ 3 ട്രിക്കുകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോഴായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും അതേ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ബ്ലാങ്ക് പേജ് ഓപ്പൺ ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ബ്ലാങ്ക് പേജാണ്, ഒന്നും തന്നെ ഇല്ല. ഇത് കാണാൻ പറ്റും, ഒന്നും തന്നെ ഇല്ല, എം ടി ആണ്. ഓക്കെ, ഞാനിത് വലുതാക്കുന്നു. ഇനി നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ എന്തെങ്കിലും ആവശ്യത്തിന് റാൻഡം ടെക്സ്റ്റുകൾ വേണം. നമ്മുടെ എന്തെങ്കിലും പർപ്പസിന് റാൻഡം ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നിറയെ വേണം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതാണ് ഫസ്റ്റ് ട്രിക്ക്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഇവിടെ മൈക്രോസോഫ്റ്റ് വേർഡിൽ 𝑬= എന്ന് അടിച്ചതിന് ശേഷം RAND, ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ റാൻഡം ടെക്സ്റ്റ് എത്ര പാരഗ്രാഫ് വേണം? ഉദാഹരണത്തിന് എനിക്കിവിടെ 3 പാരഗ്രാഫ് വേണം. ഞാൻ കോമ കൊടുക്കുന്നു. 3 പാരഗ്രാഫ് വേണമെന്നുണ്ടെങ്കിൽ 3 കൊടുക്കുക, 4 വേണമെന്നുണ്ടെങ്കിൽ 4 കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം കോമ. ഇനി ഓരോ പാരഗ്രാഫിലും എത്ര സെൻറ്റൻസ് വേണം? ഉദാഹരണത്തിന് നിങ്ങൾക്ക് 1 സെൻറ്റൻസ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 1 ടൈപ്പ് ചെയ്യുക, 2 ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 2 ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ 2 ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പാരഗ്രാഫ് നമ്മൾ 3 ആണ് കൊടുത്തത്. 3 പാരഗ്രാഫ് വന്നു കഴിഞ്ഞു. ഇതാ ഫസ്റ്റ് പാരഗ്രാഫ്, ഇത് രണ്ടാമത്തേത്, ഇത് മൂന്നാമത്തേത്. ഇനി ഓരോ പാരഗ്രാഫിലും 2 സെൻറ്റൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിന്നും ഇതുവരേക്കും 1 സെൻറ്റൻസ്, രണ്ടാമത്തേത് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതുവരേക്കും. ഇനി എല്ലാ പാരഗ്രാഫിലും അതുപോലെ തന്നെ ആയിരിക്കും. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കാം, ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ. രണ്ടാമത്തേത് ഇതാ, ഇത് ഫുള്ളായിട്ടും 1 സെൻറ്റൻസ്. ഇനി നമുക്ക് ബാക്ക് അടിച്ചിട്ട് ഒന്നുകൂടെ നോക്കാം. ഇവിടെ CTRL Z കൊടുക്കുന്നു. പാരഗ്രാഫ് ഇവിടെ ഞാൻ 5 ആക്കുന്നു. സെൻറ്റൻസും ഇതേപോലെ 5, 2 എന്നുള്ളത് 1 ആക്കുന്നു. ഇവിടെ വന്നിട്ട് എൻ്റർ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 5 പാരഗ്രാഫ് ആയിട്ട് വന്നു കഴിഞ്ഞു. കാണാൻ പറ്റും 5 പാരഗ്രാഫായി. ഞാനൊരു പ്രാവശ്യം കൂടെ CTRL Z അടിക്കുന്നു. ഇനി ഇവിടെ ഇതൊരു A ആക്കിയതിന് ശേഷം ഇവിടെ ഞാൻ 5 കൊടുക്കുന്നു. ഇവിടെ വന്ന് എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് പാരഗ്രാഫ്, രണ്ടാമത്തെ പാരഗ്രാഫ്, മൂന്നാമത്തേത്, 4, 5, 6, 7. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് കുറച്ച് ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ ഇതിനു മുൻപ് ചെയ്ത ആ പാരഗ്രാഫുകൾ തന്നെയാണ്. അതിൽ നിന്നും കുറച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനി നോക്കാം. ഞാൻ ഇവിടെ ബാക്ക് സ്പേസ് അടിക്കുന്നു. ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ ലെറ്ററുകളായിട്ടാണ് ഡിലീറ്റ് ആവുന്നത്. ഈ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോരോ വേർഡുകൾ ഡിലീറ്റ് ആവുന്നത്. ഇതാ, ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ ഈ ഷോ എന്നത് ഡിലീറ്റ് ആവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ട്രിക്ക്. ഇനി മൂന്നാമത്തെ ട്രിക്ക്. ഇപ്പോൾ നമ്മൾ വേർഡായിട്ട്, അതായത് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് വേർഡായിട്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് തിരിച്ചു വരുന്നതിന് വേണ്ടി ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബാക്ക് സ്പേസ് അടിക്കുക. മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാ, ഞാൻ ആൾട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സ്പേസ് അടിക്കുമ്പോൾ വേർഡായിട്ട് തിരിച്ചു വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ മൈക്രോസോഫ്റ്റ് വേർഡിലെ 3 ട്രിക്സുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക,
ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.